ബാലസാഹിത്യ നോവൽ ഡോക്ടർ കെ. ശ്രീകുമാർ. കുഞ്ഞുട്ടൻ. കാർലോ കൊളോഡയുടെ പ്രശസ്ത നോവലായ പിനോക്കിയോയുടെ സ്വാതന്ത്ര്യാവിഷ്കാരം. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ചെമ്മൂക്കൻ കൈമലർത്തി. പറഞ്ഞില്ലെന്നോ? പിന്നെ മൊട്ടത്തലയാന്ന് എന്നെ വിളിച്ചതോ? മഞ്ഞമുടിയൻ കലിതുള്ളി. ദൈവത്താണെ, ഞാൻ അങ്ങനെ മനസ്സിൽ പോലും കരുതിയിട്ടില്ല. ദയവായി എന്നെ വിശ്വസിക്കൂ. പക്ഷേ ചെമ്മൂക്കൻ്റെ ഈ വാക്കുകളൊന്നും കേൾക്കാനുള്ള ക്ഷമ മഞ്ഞമുടിയനുണ്ടായില്ല. അദ്ദേഹം കൈ ചുരുട്ടി ചങ്ങാതിയുടെ ദേഹത്ത് ആഞ്ഞടിച്ചു. ചെമ്മൂക്കന് വല്ലാതെ നൊന്തു. അടുത്ത നിമിഷം ചെമ്മൂക്കൻ മഞ്ഞമുടിയനെ തിരിച്ചടിച്ചു. പിന്നെ കഴുത്തിന് പിതലിക്കും ഉരുണ്ടുമറിയലുമൊക്കെയായി. അസ്സൽ ഗുസ്തി തന്നെ അവിടെ നടന്നു. രണ്ടാളും ഏറ്റുമുട്ടി തളർന്നപ്പോൾ ദേഷ്യം മാറി. വീണ്ടും സുഹൃത്തുക്കളായി. താനങ്ങു ക്ഷമിച്ചേക്ക്, മഞ്ഞമുടിയൻ പറഞ്ഞു. അതൊന്നും സാരമില്ലെന്നേ. കൂട്ടുകാരാവുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ചെമ്മൂക്കന് വിട്ടുവീഴ്ചയ്ക്കു തയ്യാറായി. തങ്ങളെ തമ്മിലടിപ്പിക്കാൻ കുരുത്തംകെട്ട തടിക്കഷ്ണം ഒളിപ്പിച്ച പണിയാണിതെന്നും ചെമ്മൂക്കന് മനസ്സിലായി. എന്നാൽ അക്കാര്യം ചങ്ങാതിയോട് തുറന്നു പറയാൻ അദ്ദേഹം തുനിഞ്ഞില്ല. വെറുതെ എന്തിന് പരിഹാസ്യനാവണം? തടിക്കഷ്ണം മനുഷ്യരെ പോലെ മിണ്ടുന്നു എന്ന് പറഞ്ഞാൽ തനിക്ക് സമനില തെറ്റിയെന്നേ മഞ്ഞമുടിയൻ വിചാരിക്കൂ. എങ്കിലും ഒരാവശ്യവുമില്ലാതെ തന്നോട് തട്ടിക്കയറിയ മഞ്ഞമുടിയനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ചെമ്മൂക്കൻ മനസ്സിലുറപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്തായി ചങ്ങാതി? മഞ്ഞമുടിയൻ ചോദിച്ചു. എന്ത് കാര്യം? ചെമ്മൂക്കൻ മറവി നടിച്ചു. അടുത്ത മരപ്പാവ ഉണ്ടാക്കാനുള്ള തടിക്കഷ്ണത്തിൻ്റെ. മഞ്ഞമുടിയൻ ഓർമ്മിപ്പിച്ചു. ചെമ്മൂക്കൻ കാത്തിരുന്നതും ഈ നിമിഷത്തിനു വേണ്ടിയായിരുന്നു. അദ്ദേഹം ചങ്ങാതിയെ കസാരയിലിരുത്തി അകത്തുനിന്ന് തടിക്കഷ്ണം എടുത്തുകൊണ്ടുവന്നു. അത് മഞ്ഞമുടിയനു നേരെ നീട്ടി. അദ്ദേഹം പറഞ്ഞു, ഇതേതോ മരത്തിൻ്റെ കാതലാണ്. മരപ്പാവ ഉണ്ടാക്കാൻ പറ്റിയേക്കും. മഞ്ഞമുടിയൻ മുത്തച്ഛന് സന്തോഷമായി. അദ്ദേഹം അത് വാങ്ങാനായി കൈ നീട്ടി. പെട്ടെന്ന് ആ തടി കഷ്ണം ചെമ്മൂക്കൻ്റെ പിടിയിൽ നിന്നും തെന്നിമാറി മഞ്ഞമുടിയൻ്റെ കാലിൽ ശക്തിയായി വീണു. എൻ്റെ അമ്മോ! വേദന കൊണ്ട് പുളഞ്ഞ മഞ്ഞമുടിയൻ മുത്തച്ഛൻ വലിയ വായിൽ നിലവിളിച്ചു. താൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് നടന്നതെന്നും കുരുത്തംകെട്ട തടിക്കഷ്ണം ഒപ്പിച്ചതാണ് ഇതെന്നും ചെമ്മൂക്കൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചങ്ങാതിയോട് ചാടി പറഞ്ഞു. അൽഹംദുലില്ലാ.